ഇങ്ങനെ പോകുന്ന പൈസയും കൊണ്ട് വല്ല പാവങ്ങളെ സഹായിച്ചൂടെ? അതിന്റെ മറുപടി ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ ലെവിക്കുട്ടൻ അടുത്ത കൺട്രിയിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്, വെയിൽസിൽ. അൻവിനും കുറച്ച് ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ കാസിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നത് കാരണം അകത്തോട്ട് എൻ്റർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പോയ അതേ സ്പീഡിൽ ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അൻവിനോടും ഫ്രണ്ട്സിനോടും ബൈ ബൈ പറഞ്ഞ് നേരെ ഞങ്ങൾ വെച്ചു പിടിച്ച് പോകുന്നത് ഇപ്പം ലണ്ടനിലേക്കാണ് കേട്ടോ. അയർലൻഡിൽ നിന്ന് ജോജി ചേച്ചനും ജൂലിയും ഐസക് ബേബി എത്തിയിട്ടുണ്ട്. ഐസക്കിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. 1.5 ഇയർ ആവാറായി. എന്നിട്ട് കുഞ്ഞിനെ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. രാത്രി ഒരു 8 മണിയോട് കൂടി ഞങ്ങൾ ജോയലേച്ചിയുടെ വീട്ടിലെത്തി. ജൂലി ആദ്യമായിട്ടാണ് ലെവിക്കുട്ടിനെ കാണുന്നത്. പിള്ളേർ രണ്ടുപേരും കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവൻ ലെവി ആണെന്നുണ്ടെങ്കിൽ ഐസക്കിനെ പിടിച്ചു വലിക്കുകയാണ്. ഐസക്ക് ഓടി നടക്കുകയാണ് കേട്ടോ. ലെവിക്ക് ക്രോൾ ചെയ്യാൻ മാത്രമേ രക്ഷയുണ്ടായിരുന്നുള്ളൂ. ഫൈനലി ഐസക്കും ലെവിയുടെ കൂടെ ക്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ലീലമാൻജിയുടെ സ്പെഷ്യൽ ഐറ്റം ഡിന്നറിനുണ്ടായിരുന്നു ബ്രോസ്റ്റ്. അതും കഴിച്ച് ജൂലിയുടെ വകയുള്ള സ്പെഷ്യൽ പാസ്തയും കഴിച്ച് നേരെ വീട്ടിലെത്തി. ഗൈസ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ വന്നിരിക്കുന്നത് മിൻസി ചേച്ചിയോടും പിള്ളേരോടും അച്ഛനോടൊക്കെ ടാറ്റ ബൈ ബൈ പറയാനാണ്. അച്ഛൻ ലാസ്റ്റ് വീക്കാണ് കേട്ടോ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് ജോയിൻ ചെയ്തത്. അവരും 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവാണ് മുംബൈയിലേക്ക്. അപ്പോൾ അവർ പോകുന്ന സമയത്ത് നമ്മൾ ട്രിപ്പിലാക്കി. അതുകൊണ്ട് നേരത്തെ അങ്ങ് ബൈ ബൈ പറയാമെന്ന് കരുതി. പിന്നെ നേരെ ഞങ്ങൾ മൗറിഷിലേക്ക് വന്നു. അച്ഛൻ്റെ ഫേവറേറ്റ് ഷവർമയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കേൾക്കണ്ടേ? കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരിചയം പോലും ഇല്ലാത്ത 100-ലധികം ആളുകളെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഏത് കാര്യത്തിനാണോ അതിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഹാപ്പിയാണ്. പിന്നെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല എന്നല്ലേ മക്കളെ.